കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെയും ശങ്കറിന്റെയും ഒക്കെ നാളത്തെ അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നേ ആദർശം വേണിയും ടൂർ പോകുന്ന ആ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന സ്ഥലത്തേക്ക് രഞ്ജു എത്തുന്നുണ്ട്. പിന്നീട് ആ കുന്നിന്റെ മുകളിൽ കയറുന്നിട്ട് ഐ ലവ് യു ആദർശേട്ടാന്നൊക്കെ വിളിച്ചു പറയാണ്. ഇത് കേട്ടിട്ട് വേണി ആകെപ്പാടെ ഞെട്ടിത്തെറിച്ചു പോകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് ധ്രുവനും ശിവരഞ്ജിനിയും തമ്മിലുള്ള ആ ബന്ധം അതങ്ങനെ പുറത്തു വരുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശം വേണിയൊക്കെ ട്രിപ്പ് പോയി. പക്ഷെ ഈ സമയത്ത് ശിവരഞ്ജനിയുടെ ഉള്ളില് വല്ലാത്തൊരു ആദിയായിരുന്നു. ആദർശമായിട്ട് ലീവ് എടുത്തു. എങ്ങോട്ടാ പോയാലും പോയത് അതറിയത്തില്ല. എങ്ങോട്ടാ പോയെന്ന് അതെങ്ങനെ അറിയാനൊരു വഴി എങ്ങനെ അറിയാൻ പറ്റും, എങ്ങനെയാലും അറിഞ്ഞേ പറ്റുള്ളൂ. പിന്നീട് മാനേജറുടെ ക്യാബിനിൽ ചെന്ന് കഴിയുമ്പോൾ മാനേജറോട് ചോദിക്കുന്നുണ്ട് ആദർശിനെ കുറിച്ച്, ലീവ് എടുത്തതിനെ കുറിച്ച്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ആദർശ് കുറച്ചു ദിവസം ഭാര്യയോടൊപ്പം ടൂറ് പോയേക്കെന്നൊക്കെ അറിയുവാണ്. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ രഞ്ജിന് അവിടെ നിൽക്കാൻ തോന്നില്ല. ആദർശനെ എങ്ങോട്ടാ പോയെന്ന് അങ്ങോട്ടും തനിക്ക് പോകണം, തനിക്ക് ആദർശനെ കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു ശിവരഞ്ജനിയുടെ ഉള്ളിലുണ്ടായിരുന്നേ. പിന്നീട് ശിവരഞ്ജനെ കാണാനായിട്ട് ധ്രുവം വരുന്നുണ്ട്. ധ്രുവം വന്ന് ധ്രുവന്റെ ആദ്യത്തെ ലൈനായിരുന്നു ശിവരഞ്ജനി. അതിന് മുമ്പത്തെ കഥയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടത്. ശിവരഞ്ജനിയെ കുറിച്ച് പറയുന്നതൊക്കെ എന്റെ ശിവ എന്നെ ഇട്ടിട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ശിവരഞ്ജനി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശനോട് എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ എന്ത് കൊള്ളരായ്മ കാണിച്ചാലും അതിനെല്ലാം കൂട്ടുന്നു. അവസാനം അവൻ കാണിച്ച ആ ഒരു വല്ലാത്തൊരു വൃത്തിയോട് അതിനെനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റിയില്ലെന്നൊക്കെ. പക്ഷെ പിന്നീട് ശിവരഞ്ജനെ അടുത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ശിവരഞ്ജനി പറഞ്ഞു ഇനി എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല, എനിക്കിപ്പോ ഒരാളെ ഇഷ്ടമാണെന്നൊക്കെ പറയണം. പിന്നീട് അത് ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒപ്പം ബാങ്കിൽ ജോലി ചെയ്യുന്ന ആദർശാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയാണ്. ഇത് ധ്രുവൻ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു ധ്രുവന് കിട്ടിയത്. ധ്രുവൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അത്, ആദർശനെ സ്നേഹിക്കുന്നുള്ളേ. അപ്പൊ ധ്രുവന് പിന്നെ കലിപ്പായി. ഇത്രയും നാള് ധ്രുവന് ഗൗരീനെ മാത്രം തീർത്താൽ മതി എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആദർശം കൂടെ ധ്രുവന്റെ ശത്രുവായി മാറുവാണ്. ശിവരഞ്ജിനെ സ്വന്തമാക്കണമെങ്കിൽ ആദർശനെയും കൂടെ ഇല്ലാതാക്കണം. അപ്പൊ ആ ഒരു തീരുമാനമൊക്കെ ധ്രുവൻ എടുക്കുവാണ്. അങ്ങനെ ആ തീരുമാനം കൂടെ എടുത്തോണ്ടാണ് ധ്രുവൻ അങ്ങോട്ട് വരുന്നത് തന്നെ. ഈ സമയത്ത് എന്ത് ചെയ്യുവാണ്, രഞ്ജു നേരെ പേണി ആദർശമൊക്കെയുള്ള അങ്ങോട്ട് പോവാണ്. ആ മലയുടെ മുകളിലേക്ക് കയറി പോവാണ്. ഇതൊന്നും അറിയത്തില്ലാതെ അവരെല്ലാം അതിലൂടെ പാറിപ്പറന്ന് നടക്കണം 4 പേരും കൂടെ. ഇപ്പം ആദർശിന്റെ ഉള്ളിലെ ടെൻഷനുകളൊക്കെ മാറി. എത്രയും പെട്ടെന്ന് വേണിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയണം ഇവർ മല ഇറങ്ങുന്നതിന് മുമ്പ്. കാരണം അവളെ തനിക്ക് ഇനിയും പറ്റിക്കാൻ പറ്റില്ല. രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ താൻ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും അത്. അതൊരു കാരണവശാലും പാടില്ല. പാവോ വേണി, അവൾ ഒരിക്കലും വിഷമിപ്പിച്ചുകൂടാ. അങ്ങനെ ഒരു ചിന്തയായിരുന്നു ആദർശിന്റെ ഉള്ളില്. ഈ സമയത്ത് ഗൗരിയാണ് ശങ്കറിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് കയറി പോവാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു ആദർശേട്ടാ ഇവിടെ ഒന്ന് ഉറക്കെ വിളിച്ചു പറ, ഗൗരി ഐ ലവ് യു എന്ന് പറ എന്ന് പറയണം. അതെന്തിനാ അങ്ങനെ പറയണേ, അതെന്തിനാന്ന് അറിയില്ലല്ലേ? ആദർശേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ആദർശേട്ടനുണ്ട് സോറി ശങ്കർഭായി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഗൗരി ഐ ലവ് യു എന്ന് വിളിച്ചു പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഒന്നുകൂടെ അങ്ങ് പറഞ്ഞാൻ പറയാണ്. അതെന്തിനാ ഇപ്പൊ പറയുന്നേ? ഓഹോ അപ്പൊ അറിയത്തില്ലല്ലേ ഒന്നും? അപ്പൊ എന്റെ ശങ്കുവിനൊന്നും അറിയത്തില്ല, മര്യാദയ്ക്ക് പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. അവസാനം ശങ്കർ പറഞ്ഞു ഐ ലവ് യു എന്ന് പറഞ്ഞേ ഇങ്ങനെയല്ല, എല്ലായിടം കേൾക്കണമെന്ന് പറയണം. അവസാനം ഐ ലവ് യു ഗൗരി എന്ന് അവിടെ നിന്ന് വിളിച്ചു പറയാണ്. ഗൗരിക്ക് ഭയങ്കര ഇഷ്ടമായി ശങ്കർ അങ്ങനെ പറഞ്ഞത്. പിന്നീട് അവരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു. ഈ സമയത്താണ് വേണി ഇങ്ങനെ ആ കാഴ്ച കാണാൻ നോക്കിയപ്പോൾ ഒരു കുന്നിന്റെ മുകളിൽ നിന്നിട്ട് ഒരു പെണ്ണും കയറി നിൽക്കുന്നുണ്ട്. അപ്പം വേണി എടുത്ത് ഇതെന്തിനാ ഇവിടെ തന്നെ ഒറ്റയ്ക്കാണ് വന്നത്? സാധാരണ എല്ലാവരും ഒന്നെങ്കിൽ കപ്പിൾസ് ആയിട്ടാണ് വരുന്നത്, അങ്ങനെ തന്നെ ആ കുന്നിന്റെ മുകളിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദർശനോട് പെട്ടെന്ന് ഇതേ അങ്ങ് നോക്കിയോ, ഇതേ ഒരു പെങ്കൊച്ച് അവിടെ നിൽക്കുവാന്ന് പറയാണ്. ആദർശ് അങ്ങോട്ട് നോക്കുകയെ ആ സമയത്ത് അവിടെ നിന്ന് രഞ്ജു ഐ ലവ് യു ആദർശേട്ടാന്ന് വിളിച്ചു പറയുന്ന ഒരുമിച്ചായിരുന്നു. വേണി ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു പോയി. ഐ ലവ് യു ആദർശേട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് മേടിച്ചു. ആരാ? ആദർശന്റെ പേരാണല്ലോ ആ പെണ്ണ് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ആദർശ് പറഞ്ഞു വേറെ ആരെ കുറിച്ചാലും ആയിരിക്കും പറയണേ. അല്ല ആദർശേട്ടാ, ശരിക്കും അവൾ അങ്ങനെ തന്നെ പറഞ്ഞേ, ആദർശേട്ടാ ഐ ലവ് യു എന്ന് പറയണം. അങ്ങനെ 3 പ്രാവശ്യം അവൾ അങ്ങനെ വിളിച്ചു പറയണം. ഇത് കേട്ടതും വേണിക്ക് ഭയങ്കര സംശയം. വേണി പറഞ്ഞു സത്യം പറ, നിങ്ങൾ മറ്റാരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ആരോടെങ്കിലും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഇല്ല വേണി, സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയണം. ആദർശിനുള്ളിൽ ഞടുക്കം ഉണ്ടായത്. രഞ്ജു വന്ന് മനസ്സിലായി ഇനിയിപ്പോ എന്ത് ചെയ്യൂന്ന് അറിയത്തില്ല. വേണിയുടെ ഇപ്പൊ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ? ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷെ ഇവള് തന്നെ ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനാ ചാൻസ് കൂടുതല്. അവൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആകെപ്പാടെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലായിപ്പോയി ആദർശ്. ഒന്നും മേലാത്ത അവസ്ഥ. വേണിയോട് പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ലാത്തൊരവസ്ഥയില്.
ഈ സമയത്ത് എന്ത് ചെയ്യാണ് ശങ്കർ ഗൗരിയോട് ഗൗരി ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. ശങ്കർ എവിടെ പോവാന്ന് ചോദിക്കണേ. ഇപ്പൊ ഞാൻ വരാം, നീ ഇവിടെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ശങ്കറെ കാണാതെ വന്നപ്പോഴത്തേനും ഗൗരി അങ്ങോട്ട് അന്വേഷിച്ച് പോവാണ്. പക്ഷെ അവിടെ ഒന്നും ശങ്കറിനെ കണ്ടില്ല. അങ്ങനെ ഗൗരി അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ധ്രുവനും കൂട്ടരും അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര സമയം ധ്രുവൻ മാറി നിൽക്കുമായിരുന്നു. അവരുടെ ഒരു കാരണവശാലും അവരുടെ കണ്ണിൽ പോയി പെടല്. ഗൗരിനെ തനിച്ച് കിട്ടണം അതിനു വേണ്ടിയിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത്രയും സമയം അവർ മാറി നിൽക്കും. അങ്ങനെ എല്ലാവരും അടുത്തുനിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിയുടെ അടുത്തേക്ക് ധ്രുവം വരുവാണ്. പക്ഷെ ഇതൊന്നും അറിയത്തില്ലാതെ ഗൗരി എന്ത് ചെയ്യുവാണ്, ശങ്കറിനെ അന്വേഷിച്ച് താഴേക്ക് ഇറങ്ങി പോവാ. പിന്നെ ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരീനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ധ്രുവം വരുന്നതാണ്. ഇനി തട്ടിക്കൊണ്ട് പോകുമോ അതോ അതിനിപ്പം മുമ്പ് വന്ന് ശങ്കർ രക്ഷപ്പെടുത്തുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാട്ടോ. അതിപ്പോ നാളത്തെ വിശേഷത്തിൽ കാണുമോന്ന് അറിയില്ല. ഇനിയിപ്പോ അടുത്ത ആഴ്ച ചിലപ്പോൾ അതൊക്കെ കാണത്തുള്ളൂ. നാളെ ഇനിയിപ്പം വേണിയോട് ഇനിയിപ്പോ സത്യങ്ങൾ ഒരുപക്ഷെ ആദർശ് പറയുമായിരിക്കും. ഇനിയിപ്പോ മറച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലോ. രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്നതും വഷളാവുന്ന ആദർശന് അറിയാം. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.